ഒരുത്തനെ കാണുന്നില്ലല്ലോ ഇവിടെ. പോയി കാണും. ഓ ഇവൻ ഇത് തന്നെയുള്ള പണി. എടാ ബുജി പ്രൊഫസർ എന്തി? ഐ ഡോണ്ട് നോ മാൻ. അവന്റെ അവന്റെ ഇംഗ്ലീഷ് എണിച്ച് പോടാ. ഇവിടെയൊക്കെ ഭയങ്കര ഷോകായി. പണ്ട് തന്നെ കൊട്ടാരമായിരുന്നല്ലോ. ഇവിടെ ആരും ഇല്ല. ഇവിടെ ആരും ഇല്ലടാ. നമ്മളിവിടെ തന്നെ ഉണ്ടെങ്കിൽ വാ, ഇറങ്ങി വാടാ. ചേട്ടന്മാരെ എന്നാണ്ടോ വിശേഷം? സുഖം. എടാ പ്രൊഫസറോടെ പോയി. പ്രൊഫസർ അത്യാവശ്യമായിട്ട് വീട് വരെ പോയതാ. നിങ്ങളുടെ സസ്പെൻഷൻ ഒക്കെ മാറിയല്ലേ? ആടാ പടയപ്പേ കണ്ടിട്ട് നന്ദി അറിയാൻ വന്നതാ. ഇങ്ങനെ പോകുന്നില്ല പഠിത്തമൊക്കെ നല്ലതായിട്ട് പോകുന്നു. ഗുഡ് ബൈ. ബാക്കി ടെക്സ്റ്റ് നിനക്ക് എക്സാം കഴിയുമ്പോൾ തരാം. ഞങ്ങളത് പോട്ടെ മോനെ, കോളേജിലൊക്കെ ഒന്ന് പോയിട്ട്. പിന്നെ ഇവിടുത്തുള്ളമാർക്ക് പറഞ്ഞ ഞങ്ങളുടെ നമ്പരേക്കാന്മാർ വന്നിട്ട് പോയത്. ശരി ശരി. ഇനിയും വരാത്തതെന്തേ തുമ്പി നീ. ഡാ എന്താന്നറിയില്ലടാ, ഇവിടെ വന്നു കഴിഞ്ഞാലേ എനിക്കപ്പം മൂത്ത് വയ്ക്കാൻ മുട്ടും. അവർ CCTV നോക്കിയാൽ നോക്കിക്കോളും. നോക്കാൻ വരാൻ പറ. അളി ഇത്രയും പൈസ വന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. സപ്ലി കൂടുന്തോറും കൊടുക്കുന്ന കാശ് കൂടും. എന്നിട്ടൊന്നല്ലല്ലേ നീ ബാ. അടച്ചോളിയല്ല. ഓ അടച്ചളിയാ. ഓഫീസിൽ എല്ലാവർക്കും ഭയങ്കര പുഞ്ഞം. ഒരുത്തു വയ്ക്കാന്ന് എക്സാം എഴുതാൻ പറ്റുമെന്ന്. അയ്യ എല്ലാത്തിനും പൊച്ച നമുക്ക് തീർത്തു കൊടുക്കാം. വന്നേ വാ. എത്ര കളി കളിച്ച ഗ്രൗണ്ട് കളിയാ. സത്യം വൈകിട്ടൊക്കെ ഇവിടെ വന്ന് ചുമ്മാ ഇരുന്നാൽ തന്നെ എന്തൊരു സമാധാനമായിരുന്നു അല്ലേ? അടുത്ത ഉത്സവമായി. എത്ര വർഷങ്ങൾ വേണം. ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്ക് ചൂട് ബജ്ജി കഴിച്ചാലോ? ബാ come on. ഇപ്പഴാണ് നിന്റെ കറക്റ്റ് രൂപമായത്. അടിപൊളി. യൂത്ത് നമുക്ക് സുന്ദരനെ കൊണ്ട് കൊടുക്കാം. അതെ അവനെ വേറെ പണിയൊന്നുമില്ലല്ലോ. ഊതി കളിക്കട്ടെ. കഴിഞ്ഞ വർഷത്തെ ഉത്സവമൊക്കെ അടിപൊളിയായിരുന്നു കളിയാ. ഈ വർഷം പോരാ, ലൈറ്റ് ഒന്നും ഇല്ല. ആളുമില്ല. അതെ താലപ്പൊലിയേക്കാണോ? താലപ്പൊലിയുടെ കേസ് നീ പറഞ്ഞല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നാട്ടുകാർ ഓടിച്ചിട്ട് ഓർമ്മയുണ്ടല്ലോ. ആണ്ടെ ഇവിടെ ഐഡിയ ഉണ്ട് എൻ്റെ പാട്. പൈസ കൊടുത്തായിരുന്നോ? ആ പോവാം ചേട്ടാ. ബജി സൂപ്പർ. ശരി എടാ നമുക്കൂടെ അവരുടെ കൂടെ പോയി പ്രാർത്ഥിക്കായിരുന്നു. ഇനി പ്രാർത്ഥിച്ച് അവരെങ്ങാനും ജയിക്കുമോ? മുടിയെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ ബാനു അവൻ പോയത് കളക്ഷൻ എടുക്കാനാ. അവൻ കളക്ഷൻ എടുത്ത് നമ്പർ വാങ്ങിച്ചോണ്ട് പോകും. എന്തായാലും നമുക്ക് ഒന്നുകൂടി നോക്കാം. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ ജയിച്ചിരിക്കും. ഞാൻ അറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 തവണ നമ്മൾ പ്രാർത്ഥിച്ചായിരുന്നു. എടാ അത് അറിഞ്ഞ് പ്രാർത്ഥിച്ചില്ലായിരുന്നല്ലേ? ചിലപ്പോൾ അതായിരിക്കല്ലേ. എൻ്റെ പൊന്നു ദേവി, എന്ത് അത്ഭുതം കാണിച്ചിട്ടാ കാണാനും. ഇത്തവണ ഞങ്ങളെ ജയിപ്പിക്കണേ. ജയിപ്പിച്ചിരിക്കും മുടിയാ. ദേവി ചെറുപ്പെടുത്തോ. ഉത്സവമൊക്കെ പൊളിയായിരുന്നു അളിയാ. ഓ വിചാരിച്ചത്ര കുമ്പൊന്നുമില്ലായിരുന്നു. ഞങ്ങളുടെ അതിലേക്ക് കറങ്ങി കിടക്കുമായിരുന്നു. കോളേജിലെ കാര്യമൊക്കെ എന്തേ? അവൾമാരുടെ പുച്ചൊഴിച്ച് ബാക്കിയല്ലോ. ഇതിപ്പോ എവിടെ നിന്ന് തുടങ്ങും? ഒരു കാര്യം ചെയ്യാം, ഫസ്റ്റ് ഇയർ സപ്ലിന്ന് തുടങ്ങാം. പാസ്സായതൊക്കെ എടുത്ത് മാറ്റിക്കാം. എന്താ ബോസ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? എടുത്ത് മാറ്റി. മാറ്റാനൊന്നും ഇല്ല, ഒന്നും കിട്ടിയില്ലായിരുന്നു. കഷ്ടം. അല്ല ഇയാൾ എന്താന്നിട്ട് ചകയുന്നത്? ഇയാൾക്കൊന്നും കിട്ടിയില്ലല്ലേ? ശരിയല്ലേ? ഇവിടെ മരുന്നിന് ആപ്പട ഇട്ട് ടോണിക്കും ഇവനോ. നിനക്കത് അങ്ങനെ കിട്ടിയിടാൻ മുടിയാ? എന്നാ ഒരാഴ്ച കൈ കിട്ടി നേരെന്ന് വെച്ചാൽ അത് ആദ്യം പിടിച്ചു. കണ്ണു മുട്ടി ഒന്നും എടുക്കാം. മേസ് ഇത് വേണ്ട. ഇതൊക്കെ മലയാളം ഉണ്ടോ? മലയാളം ഇല്ല, നമ്മൾ മലയാളം പഠിച്ചില്ലായിരുന്നു. +2 ആയിരുന്നു മലയാളം. ഇൻവെസ്റ്റ്മെന്റ് അറിയാമോ? എനിക്കറിയാം. എന്നാന്ന് പറ. പുറത്ത് പറയത്തില്ല. എന്നാ അകത്ത് വെച്ചോ.
എടാ ക്വസ്റ്റ്യൻ ഇടുവാണത് ഇതുപോലെ ഇടണം. എന്തേ അല്ല എഴുതുന്നാനേ ജന്മത്ത് പാസ്സാലെന്നുള്ള വാശിയില്ല ഓരോ ക്വസ്റ്റ്യനുകൾ. എനിക്കാണ് ഒരു പുല്ലും മനസ്സിലായില്ല. ലാസ്റ്റ് എക്സാം എങ്കിലും തകർത്ത് എഴുതാന്ന് പറഞ്ഞ് കയറി ചെന്നാ അതും മുഞ്ചി. എടാ ക്വസ്റ്റ്യനൊക്കെ അടിപൊളി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞാൻ ഗോസ്റ്റിയറൊക്കെ എഴുതി തള്ളില്ലേ? അതിന് കോസ്റ്റോറൊന്നും ചോദിച്ചില്ലല്ലോ. ആ ചോദിക്കുന്നതിന് ഞാൻ എഴുതി. എടാ പൊട്ട, ക്വസ്റ്റ്യൻ അനുസരിച്ചുള്ള ആൻസറിൽ എഴുതാനുള്ളത്. എന്റെ അളിയ അവർക്ക് തോന്നിയ ക്വസ്റ്റ്യൻ അവരിട്ട്, എനിക്ക് തോന്നിയ ഉത്തരം ഞാൻ എഴുതി. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഇട്ട് ഞാൻ ഉത്തരം എഴുതാനല്ലേ ഈ ബോസ്? എനിക്ക് എന്റേതായ ചില ഉത്തരങ്ങളുണ്ട്. മൈ ക്വസ്റ്റ്യൻ ഈസ് മൈ ആൻസർ, യു നോ. എല്ലാത്തിനും എട്ടുന്നില്ലേ പൊട്ടിയാലും അവസാനം വരെ കോൺഫിഡൻസിന് ഒരു കുറവില്ല. എടാ കാട്ടുകോഴി, തോക്ക് വന്നേ പൊരി തോക്കണം, അല്ലാതെ ക്ലാസ്സിൽ നിന്ന് പെമ്പിള്ളേരെ മുടി പിടിച്ച് വരിക്കുള്ള. അളിമാരെ ഞാൻ ഈ വഴി അങ്ങ് പോകട്ടോ. നിങ്ങളുടെ പോ വീട്ടിലോട്ട്. എക്സാം ഒക്കെ കഴിഞ്ഞു, ഇനി ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? ശരിയാ, നമ്മളൊക്കെ പോകേണ്ട സമയമായില്ലേ? എടാ ഇന്നൂടെ നിനക്ക് നാളെ പോവാം. വേണ്ട, അവിടെ വന്നിട്ട് പോകാനാണ് പിന്നെ വിഷമവും. ഇവിടെ നിന്നാണ് പിന്നെ ഓട്ടോ. ഞാൻ വിളിക്കാം. നീ പാക്ക് ചെയ്തോ? ഇല്ലടിയാ, അമ്മാര് ചെയ്യട്ടെ. കൂടിയാ, ഇതായത് നീ വെച്ചോ. നീ ഒരുപാട് ആഗ്രഹിച്ചല്ലേ. വീട്ടിൽ നിന്ന് വിളിയോട് വിളി, എപ്പോൾ എത്തുമെന്ന് ചോദിച്ചിട്ടുണ്ട്. നാളെ രാവിലെ എത്തണം. എൻ്റെ അവസ്ഥ അതൊക്കെ തന്നെ. ഒരു 10 തുള്ളി കിട്ടുവായിരുന്നു, അടിച്ചിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാറ്. 10 തുള്ളി കിട്ടിയില്ലല്ലോ. ആ കഞ്ഞി കുടിച്ചാൽ ഉറങ്ങാം. നവാ അളിയമാരെ നീ പോയില്ലായിരുന്നു അളിയാ? ഇല്ലടാ, ബസ് ആയിരുന്നിട്ടൊരു സമാധാനം ഇല്ല. ഇന്നും കൂടെ നിങ്ങളോട് നിന്നിട്ട് പോകാന്ന് വെച്ചു. ഒരിക്കൽ ഒരു സെലിബ്രേഷനായിട്ട് നിങ്ങളുടെ ഇടയിലോട്ട് വന്നവനാ ഞാൻ. ഈ സെലിബ്രേഷൻ അടിച്ചാൽ ഞങ്ങൾക്ക് പിരികളിയാ. എന്നാൽ എന്ത് പെട്ടെന്നാളിയാ സമയം പോയത്. നമ്മളെന്തെല്ലാം കാണിച്ചു കൂട്ടി. ഇത്ര പെട്ടെന്ന് പോകുന്നു ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അല്ല, എല്ലാവരും ഒരിക്കൽ പിരിയണം, പിരിഞ്ഞല്ലേ പറ്റൂ. ആ ഒരെണ്ണം ഒഴി ഒഴി. കുറെ നല്ല ഓർമ്മകള്, സന്തോഷങ്ങള്, സങ്കടങ്ങള്, ദുഃഖങ്ങള്. ഇത്തിരി മിച്ചർ തരുമോ? അളയാ, നമുക്ക് സിഗരറ്റ് വിളിച്ചല്ലോ. നമ്മൾ ഇതിലായിട്ടും വലിച്ചിട്ടില്ല. നീ നമുക്ക് അങ്ങനൊരു ദുശീലം വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. നമ്മളൊന്ന് തീരുമാനിച്ചാ അത് തീരുമാനിച്ചതാ. കള്ളു കയറാനില്ല, പക്ഷെ അത് മൂടെ വരുമായിരുന്നു. കുറച്ചുകൂടെ സാധനം കിട്ടുമോ? എടാ അത് വേണ്ട. പാവാട പറഞ്ഞ് നിനക്ക് ഓർമ്മയില്ലേ? നമുക്ക് ആവശ്യമുള്ള നമ്മൾ അടിച്ചിട്ടുണ്ട്. മദ്യത്തിന് നമ്മൾ അടിമകളായത്. ബാക്കിയുള്ള സാധനം എടുത്ത് അടിച്ചിട്ട് എന്താ വെച്ചാൽ ചെയ്യാം. വേണമെന്നൊരു കാര്യം ചെയ്യാം. കുറച്ച് നീ ഒരു പാട്ട് പാടും. അത് പോയിന്റ്. പാടട്ടോ? പാടും. എന്നാ പാടും. 1000 കിനാക്കളാൽ കുരുന്നു കൂടുമേഞ്ഞിരുന്നു മോഹം. തരത്തര തരത്തര തരത്തര. മുടിയാ ബാക്കി പറഞ്ഞു. ഞാൻ പാട്ട് ജേബിലിനകത്തിട്ടെ. 1000 കിനാക്കളാൽ കുരുന്നു കൂടുമേഞ്ഞിരുന്നു മോഹം. തരത്തിയും കെളുത്തിയും പ്രതീക്ഷകൾ വിളന്നു വെച്ചു സ്വർഗമന്ദിരം പണിഞ്ഞു സ്വപ്നഭൂമിയിൽ കാലമെന്റെ കൈകളിൽ വിളങ്ങിടുമ്പോഴും 1000
തേക്കിനാക്കള പൊറന്നു പൂവിൽ സുന്ദര ചരിഞ്ഞു സുന്ദര നീരടാ വാടാ ഫുഡ് കഴിച്ചിട്ടുണ്ടോ വേണ്ട എന്റെ വയറെന്ന് പറഞ്ഞ സുന്ദരത്തെ ഹാപ്പി ടുഡേ നിങ്ങൾ കഴിച്ചോ ഐ ലവ് യു ബോയ്സ് നിങ്ങൾ പോ ഞാൻ പോകണം രാവിലെ വീട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്യുന്ന അറിയില്ല, ആകെ ഒരു ടെൻഷൻ. മുടിയാ, നീ വിഷമിക്കണ്ട. നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കേ. പിന്നെ എൻ്റെ വീട്ടിൽ അവരുള്ളിടത്തോളം കാലം നീ പട്ടിണി നടക്കല. നീയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ എനിക്കൊരു ധൈര്യമായിരുന്നു. അപ്പം ഞാൻ ഒറ്റയ്ക്കായ പോലെ. നിന്റെ കൂടെ ഞങ്ങൾ എപ്പോഴും ഉണ്ടളിയാ, നീ വിഷമിക്കാതെ, നമ്മളുണ്ട്. പിന്നെ പോയ എല്ലാവരും വിളിക്കണം. കഴിയും. പിന്നെ ഞാൻ രാവിലെ എണീച്ച് പോകും. ആരും യാത്ര അയക്കാനോ കാര്യം പറയാനോ നിൽക്കേണ്ട കാര്യമില്ല കേട്ടല്ലോ. അതെ, ആദ്യം എണീക്കുന്നവരങ്ങ് പോയത്. ഇവിടെ അവസാനം ഇറങ്ങുന്ന ആൾ കഥക് കൂട്ടി താക്കോൽ ജനലിനോട് വെച്ചേക്കണം. കഴിക്കടാ. എനിക്ക് വേണ്ട. എനിക്കും വേണ്ട.